നമസ്കാരം. പശ്ചിമേഷ്യയിൽ സംഘർഷം വീണ്ടും വീണ്ടും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ പരസ്പരം ശക്തമായ തോതിലാണ് ഇപ്പോൾ പോരാട്ടം നടക്കുന്നത്. ഇറാനിലെ തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളും, അതായത് വലിയ പാലങ്ങളും അതുപോലെ അവരുടെ ഓയിൽ റിഫൈനറികളും തുറമുഖങ്ങളും എല്ലാം തന്നെ തങ്ങൾ ബോംബിട്ട് നശിപ്പിച്ചു എന്നാണ് അമേരിക്കൻ സൈന്യം അവകാശപ്പെടുന്നത്. ഇറാൻ പറയുന്നതാകട്ടെ തങ്ങൾ അമേരിക്കയുടെ പല യുദ്ധവിമാനങ്ങളും വെടിവെച്ചിട്ടു എന്നാണ്. കൂടാതെ അവരുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിലേക്ക്, അതായത് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്കെല്ലാം തന്നെ തങ്ങൾ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയെന്നും അമേരിക്കയുടെ കുവൈറ്റിലെയും ബഹ്റിനിലെയും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങളൊക്കെ തന്നെ അവരുടെ സൈനിക കേന്ദ്രങ്ങളെല്ലാം തന്നെ തങ്ങൾ ആക്രമിച്ച് തകർത്തു എന്നാണ് ഇപ്പോൾ ഇറാനും അവകാശപ്പെടുന്നത്. ഏതായാലും തുടർച്ചയായി 7ാം ദിവസത്തിലേക്ക് ഇപ്പോൾ ഈ ഒരു പുനരാരംഭിച്ച ആക്രമണം കടക്കുമ്പോൾ രണ്ട് കൂട്ടരും വിജയം അവകാശപ്പെടുകയാണ്. തങ്ങളാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇറാനും, അതല്ല തങ്ങൾ ഇറാനെ തീർത്തും തകർത്ത് തരിപ്പണമാക്കാൻ പോവുകയാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോഴും ഇത് മിഡിൽ ഈസ്റ്റിൽ വലിയ തോതിലുള്ള ഭീതി തന്നെയാണ് പരത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. കാരണം അമേരിക്കയിലേക്ക് നേരിട്ട് ഇറാൻ ആക്രമിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ ഇപ്പോൾ ചെയ്യുന്ന കാര്യം ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ ബഹ്റിനിലുള്ള അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ പ്രധാനപ്പെട്ട കെട്ടിടത്തിന് നേർക്കൊക്കെ തന്നെ അവർ ആക്രമണം നടത്തിയിരുന്നു. അതുപോലെ അമേരിക്കയുടെ വിമാനങ്ങളെ പലതും തങ്ങൾ ഡ്രോണുകൾ ഉപയോഗിച്ച് വെടിവെച്ചിട്ടു എന്നൊക്കെയാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡ്രോണുകളുടെ വൻ ശേഖരം തന്നെയാണ് ഇപ്പോഴുമുള്ളത്. ഈ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് അവർ അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ ആക്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അമേരിക്ക ശക്തമായ തിരിച്ചടി നൽകുന്നതിൻ്റെ ഭാഗമായി ഈ റീഫ്യൂവലിംഗ് നടത്താൻ സംവിധാനമുള്ള, അതായത് ആകാശത്ത് വെച്ച് തന്നെ വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ സംവിധാനങ്ങളുള്ള 33 വിമാനങ്ങളാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ഈ വിമാനങ്ങളെല്ലാം തന്നെ ഇസ്രായേലിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിലാണ് ഇപ്പോൾ പാർക്ക് ചെയ്തിട്ടുള്ളത്. വേണ്ടി വന്നാൽ ഇനിയൊരു 20 വിമാനങ്ങൾ കൂടി ഇത്തരത്തിൽ എത്തുമെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എത്രയോ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് പറന്നു നടന്ന് ഇറാനെ ആക്രമിക്കും എന്ന് തന്നെയാണ്. ഈ സന്ദർഭത്തിലാണ് ഇറാൻ ഇപ്പോൾ മറ്റൊരു വലിയ തന്ത്രം പുറത്തെടുക്കുന്നതായി വാർത്തകൾ പുറത്തു വരുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് വലിയ പ്രാധാന്യത്തോടെയാണ് നൽകിയിരിക്കുന്നത്. അതായത് ഇറാൻ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇസ്രായേൽ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും അമേരിക്ക ഒപ്പം ചേർന്നുകൊണ്ട് വീണ്ടും ശക്തമായ തോതിൽ തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇറാൻ പണവും പരിശീലനവും എല്ലാം നൽകി അവർ ഊട്ടി വളർത്തിയ തീവ്രവാദ സംഘടനകളോട് ഇപ്പോൾ ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്താൻ സജ്ജരായി കൊള്ളാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ട്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിസ്ബുള്ള തന്നെയാണ്. ഹിസ്ബുള്ള നേതൃത്വത്തോട് ഇസ്രായേലിലേക്ക് നിരന്തരമായി ശക്തമായ തോതിലുള്ള ആക്രമണം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ പറയുന്നത്. ഇത് ഏതാണ്ട് ശരിയാകാൻ തന്നെയാണ് സാധ്യത. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ ഏതാണ്ട് തകർന്നടിഞ്ഞ മട്ടാണ്. മാത്രമല്ല ഗാസയിൽ ഇപ്പോൾ അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട ഹമാസിൻ്റെ നേതാക്കളെയൊക്കെ തന്നെ ഇസ്രായേൽ നിരന്തരമായി വധിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഹിസ്ബുള്ളയ്ക്ക് കൂടുതൽ ശക്തമായ തോതിൽ ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്താൻ കഴിയും എന്ന് ഇറാൻ അറിയാം. അതുപോലെ തന്നെയാണ് യമനിലെ ഹൂത്തി വിമതരോടും ഇറാൻ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഹൂത്തി വിമതരെ നിരന്തരമായി ഇപ്പോൾ വീണ്ടും അവർ ആക്രമണം പുനരാരംഭിച്ചിട്ടുണ്ട്. ചെങ്കടലിലെ കപ്പലുകൾക്ക് നേർക്ക് ഹൂത്തികൾ ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയും ഒരുപക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ ഇപ്പോൾ വളരെ മുൻകരുതലോടുകൂടി തന്നെയാണ് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ അവർ ഇപ്പോൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ലെബനനിലുള്ള ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട താവളങ്ങളെ എല്ലാം തന്നെ ആക്രമിച്ച് തകർക്കുക എന്നുള്ളതാണ്. നേരത്തെ ഇസ്രായേൽ തകർത്ത ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട മിസൈൽ ലോഞ്ചറുകളും മറ്റുമൊക്കെ തന്നെ അവർ വീണ്ടും പുനർനിർമ്മിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതുപോലെ അവരുടെ ആയുധങ്ങളൊക്കെ തന്നെ ഒരുക്കി വെച്ചുകൊണ്ട് വീണ്ടും ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്താൻ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. നേരത്തെ ഹമാസ് ചെയ്തതുപോലെ അതീവ രഹസ്യമായി അവിടേക്ക് ആക്രമണം നടത്താൻ അവർ പദ്ധതി ഇടുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. ഏതായാലും ഇസ്രായേൽ സൈന്യം ലെബനിൽ നടത്തിയ തിരച്ചിലിനിടയിൽ വലിയ തോതിലുള്ള തുരങ്കങ്ങൾ ഇപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവഴി ഈ തുരങ്കങ്ങൾ വഴി എത്രയോ വാഹനങ്ങൾക്ക് വേണമെങ്കിലും കടന്നു പോകാനുള്ള അത്രയും വലിപ്പമുള്ളതാണ്. ഇതിലൂടെ ഇസ്രായേലിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം ഒരുപക്ഷെ ഹിസ്ബുള്ള തീവ്രവാദികൾ നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. ഏതായാലും പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകുമ്പോൾ ശരിക്കും നെഞ്ചിൽ തീ ഗൾഫിലെ ജനങ്ങൾക്കാണ്. കാരണം അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഇറാന് അമേരിക്കയിലെത്തി അമേരിക്കയെ നേരിടാൻ കഴിയാത്തതുകൊണ്ട് ആ ദേഷ്യം തീർക്കുന്ന മുഴുവൻ അവർ ഗൾഫിലുള്ള സൈനിക താവളങ്ങളെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അമേരിക്ക ഇത്തരത്തിൽ ഇറാൻ നേരിടുന്നത് തങ്ങൾക്ക് തന്നെയാണ് ഇത് വിനയായി മാറുന്നത് എന്ന് ഗൾഫിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല അവിടുത്തെ എല്ലാ മേഖലകളെയും ഒരുപക്ഷെ പിടിച്ചു കുലുക്കുന്ന തരത്തിലാണ് ഈ ഒരു ആക്രമണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര സംഘടനകളൊന്നും തന്നെ ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളൊരു പരാതി വ്യാപകമാകുന്നുണ്ട്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇറാനെ പൂർണ്ണമായി തകർത്ത് തരിപ്പണമാക്കുമെന്ന നിശ്ചയത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളായ പാലങ്ങളും റോഡുകളും അങ്ങനെയുള്ള സംവിധാനങ്ങളും ജലസംഭരണികളും എല്ലാം തന്നെ തകർക്കാൻ
നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന് ബദലായി ഗൾഫ് രാജ്യങ്ങളിലുള്ള പല കേന്ദ്രങ്ങളിലേക്കും ഇറാനും ഇതേ രീതിയിൽ തന്നെ അവരുടെ ജലസംഭരണികൾ തകർക്കാനും അല്ലെങ്കിൽ അവരുടെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്താനും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സൈനിക നീക്കങ്ങൾ അവരും നടത്തുന്നുണ്ട്. ഏതാണെങ്കിലും കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഈ ഒരു ഏറ്റുമുട്ടൽ ഇനിയും അവസാനിക്കാതെ ഇങ്ങനെ നീളുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ ദോഷകരമായി ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ട്രംപും ഇറാനും ഇപ്പോഴും വാശിയിൽ തന്നെയാണ്. ആരാണ് ആദ്യം എതിരാളിയെ കീഴടക്കുന്നത് എന്നറിയാനാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും കാത്തിരിക്കുന്നത്.